പ്രിയമുള്ളവരെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. നമ്മുടെ നാട്ടിൽ എന്തും ജീവിക്കണമെങ്കിൽ എന്തുമാത്രം ഭയപ്പെട്ട് ജീവിക്കണം എന്നും സാമൂഹിക സാമ്പത്തിക അന്തരങ്ങളിൽ പെടുന്നവരെ ഏതെല്ലാം രീതിയിൽ കുരുക്കിലാക്കി ജീവിക്കണമെന്നും PhD എടുത്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെ മനുഷ്യന്റെ മനസ്സിനെ ഭയപ്പെടുത്തുക, അവിടെ ഭീഷണിയും വെറുപ്പും വിതറുക, അങ്ങനെ അവരെ ചൂഷണം ചെയ്യുക എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കഥ, അല്ലെങ്കിൽ കുറച്ച് മീഡിയ ഫ്രോഡുകളുടെ കഥയാണ് ഞാൻ ഇതിൽ പറയുന്നത്. എന്തും പറയുക, എല്ലാ കാര്യങ്ങളും സാത്താൻ സേവ, മന്ത്രവാദം, മിത്തുകളെ പ്രചരിപ്പിക്കുക തുടങ്ങിയവ കൺവിൻസ് ചെയ്യിക്കുക, ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കുക, അവരുടെ മനസ്സിൽ ഭയപ്പാട് സൃഷ്ടിക്കുക, അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കക്കാർക്കും ഈ ലോകം ഒട്ടുക്കും പല ആൾക്കാർക്കും, ഇന്ത്യക്കാർക്ക് അറിയുമെന്നൊന്നും അറിയില്ല, പക്ഷെ എല്ലാവർക്കും ഈ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ എപ്സ്റ്റീൻ ഫയൽസ് ഇത്രയും വിവാദമുള്ള ഒരു വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയിൽ പ്രസിഡന്റായി ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു? ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് മാത്രമാണ് ഇത് നടപ്പിലാകുക. ഇത് ശരിക്കും ഇന്ത്യ രാജ്യത്ത് എന്ന് പറയുമ്പോൾ കേരളത്തിലാണ്, മലയാളികളാണ് ഇതിന്റെ പിന്നിലെ മെയിൻ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കുന്ന സ്വാർത്ഥത പിടിച്ച വാർത്താ സംപ്രേഷണം അല്ലെങ്കിൽ സ്വാർത്ഥത പിടിച്ച മാധ്യമ പ്രവർത്തനം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതുപോലെ മാധ്യമ പ്രവർത്തകരും യൂട്യൂബ് ക്രിമികീടങ്ങളും കൂടെ ഭയപ്പെടുത്തിയ മറ്റൊരു കഥ പറയാം. ഒരു കള്ളത്തെ പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞു അതിന് ഭീകര രംഗങ്ങൾ കൊടുത്ത് അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റി. നല്ല വാർത്തകൾ ഉണ്ടായിക്കൊള്ളട്ടെ, നല്ല മാധ്യമ പ്രവർത്തകർ ഉണ്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നല്ല യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കട്ടെ, പക്ഷെ ഇതുപോലുള്ള ഈ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വൻ വഴിത്തിരിവ്. മകളില്ലെന്ന് സമ്മതിച്ച് പരാതിക്കാരി സുജാത ഭട്ട്. ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അനന്യ ഭട്ട് എന്ന മകളെ കാണാതായി എന്ന് താൻ കള്ളം പറഞ്ഞതാണെന്ന് സുജാത ഭട്ട് ഒടുവിൽ സമ്മതിച്ചു. പ്രചരിപ്പിക്കുന്ന ഈ ഒരു തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം, സോഷ്യൽ മീഡിയ പ്രവർത്തനം ഇന്ത്യക്കാർ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം. എന്നും സുജാത പറഞ്ഞു. ഇനി ഇതെല്ലാം തുടങ്ങി വെച്ച ആ മഹാനുഭാവനെ നമുക്ക് കാണാം. ഇവനെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എപ്പോഴും നമ്മൾ കരുതിയിരിക്കുക.